ഡൽഹിയെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ ലഭിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാട്ടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബ. ഫലം ആർക്ക് അനുകൂലമെന്നല്ല, ആർക്കാണ് തിരിച്ചടി കിട്ടിയത് എന്നതാണ് പ്രധാനമെന്നും അൽക്ക ലാംബ പറയുന്നു. दिल्ली के जो दोषी हैं, दिल्ली के जो गुनाहगार हैं, दिल्ली उन्हें माफ नहीं करेगी और ये होते हुए दिख रहा है. मुझे नहीं मालूम किसका फायदा किसका नुकसान, पर जिसने दिल्ली का नुकसान किया उसका नुकसान होने जा रहा है. ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത് BJP ആണെങ്കിലും ആം ആദ്മിയോടുള്ള ഏറ്റവും ശക്തമായ വൈര്യം കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. കാരണം കോൺഗ്രസിന്റെ തേരോട്ടമാണ് അവിടെ ആം ആദ്മിയുടെ കടന്നുകയറ്റം മൂലം ഇല്ലാതായത്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ വൈര്യം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കൂടി വ്യക്തമാക്കുന്നത്. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, അൽക്ക ലാംബയുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട് എല്ലാം. കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മധുര പ്രതികാരമായി അവർ ഏറ്റെടുക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? സജിത്തെ, കോൺഗ്രസ് ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആദ്യം 93 മുതൽ 98 വരെ BJP ആണ് ഭരിച്ചെങ്കിൽ 98 അധികാരത്തിലേറിയ കോൺഗ്രസ് പിന്നീട് വന്ന 3 തെരഞ്ഞെടുപ്പിലും 15 വർഷം ഷീലാ ദീക്ഷിത് എന്ന ഡൽഹി കണ്ട ഏറ്റവും ജനപ്രിയമായ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന് അവിടെ ഭരിച്ചത്. കോൺഗ്രസ് ഡൽഹിയിൽ അത്രത്തോളം വലിയ ശക്തിയും അത്രത്തോളം കരുത്തുമെല്ലാം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഈ 2013 കാലത്ത് 2012-13 കാലത്ത് അണ്ണാ ഹസാരുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം വരുന്നു. ഡൽഹിയിൽ പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ഇന്ത്യയിൽ ആകമാന യുവജനങ്ങളുടെ വലിയ പ്രക്ഷോഭം വരുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മറ്റൊരു രൂപത്തിൽ വരുന്നു. അരാഷ്ട്രീയമായ കുറേയേറെ സംഘങ്ങളും രാഷ്ട്രീയ താല്പര്യമുള്ളവരും എല്ലാവരും ചേർന്നുള്ള വലിയ സമരങ്ങൾ. ഇതിനെല്ലാം കൂടി ഫലമായിട്ടാണ് 2013 കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോവുകയാണ്. അന്ന് 8 സീറ്റുകൾ മാത്രം ലഭിച്ച കോൺഗ്രസ് അവസാനം BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കേണ്ടി വരുന്നു. അവസാനം ആ പിന്തുണ പിൻവലിക്കേണ്ടി വരുന്നു. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും 70 സീറ്റുള്ളിടത്ത് ഒരു സീറ്റ് പോലും ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിലെയും നിലവിലെ സ്ഥിതിയാണ് വരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ 3ാം ഹാട്രിക്കിൽ 0 ഹാട്രിക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഡൽഹിയിൽ ഒരുത്തർക്ക് മാത്രമേ ഭരണത്തിൽ ഹാട്രിക് അടിച്ചിട്ടുള്ളൂ, അത് കോൺഗ്രസിനാണ്. അതേ കോൺഗ്രസ് തന്നെ ഇപ്പോൾ 0 ഹാട്രിക് എന്ന് പറയേണ്ടി വരും. സ്വാഭാവികമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലേക്കൊരു ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് അമർഷമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടായി നമുക്കതിനെ കാണാം. ഒന്ന്, കോൺഗ്രസിനെ പൂർണ്ണമായും അടിവേരിളക്കി കളഞ്ഞ ആം ആദ്മി പാർട്ടിയുള്ള ദേഷ്യം. ആം ആദ്മി പാർട്ടിയുടെ വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. 67 സീറ്റ് നേടി ആം ആദ്മി പാർട്ടി നിയമസഭയിൽ വിജയിക്കുമ്പോഴും തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 നടക്കുമ്പോൾ ഒരു സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് വിജയം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലെ കൺവേർട്ട് ചെയ്താൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് മുന്നിലെത്താൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത തവണയും ഒരു സീറ്റിൽ പോലും മുന്നിലെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും നിയമസഭയിൽ ജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസമായിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലൊരു സഖ്യത്തിന് അവിടെ ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സഖ്യത്തിന് ശ്രമിച്ചില്ല എന്നതിനുള്ള ദേഷ്യം സ്വാഭാവികം തന്നെയാണ്. കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് തന്നെയാണ്, കോൺഗ്രസിന്റെ വോട്ട് ബേസിനെ തകർത്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ ഡൽഹിയിൽ കടന്നു വന്നത്. ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബേസിൽ വലിയൊരു പങ്ക് കോൺഗ്രസ് തന്നെയാണ്. പരാജയത്തിന്റെയും ഒരു അവസാന കണക്കുകൾ കിട്ടിയാൽ നമുക്ക് കൃത്യമായും പറയാനാവും. ഒരു കാരണം, ആം ആദ്മി പാർട്ടിയിലേക്ക് പോയ കോൺഗ്രസിന്റെ വോട്ട് ബേസിൽ ഒരു ഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങി വന്നത് തന്നെയാവും ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴുണ്ടാകുന്ന പരാജയത്തിന്റെ ഒരു കാരണമായി തീരാൻ നിലവിലെ കണക്കുകൾ വെച്ച് കൂടുതൽ സാധ്യത കാണുന്നത്. ഈ കാരണങ്ങൾ എല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ തരത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതം പറയാനുള്ളൂ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഇത് മറ്റൊരു ചോദ്യമാണ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അരവിന്ദ് കെജ്രിവാൾ ആയാലും മമതാ ബാനർജി ആയാലും അഖിലേഷ് യാദവ് ആയാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവിടെ ആം ആദ്മി പാർട്ടിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്, കോൺഗ്രസിനൊപ്പമായിരുന്നില്ല നിന്നത്. സ്വാഭാവികമായും ഈ പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസ് വോട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും പരാജയം സംഭവിച്ചത്. BJP വിജയത്തിന് സഹായിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു അധിക്ഷേപം കോൺഗ്രസിന് നേരിടേണ്ടി വരും. കോൺഗ്രസിന് സ്വാഭാവികമായി നൽകാൻ കഴിയുന്ന മറുപടി, അല്ലെങ്കിൽ കോൺഗ്രസ് നൽകുന്ന മറുപടി, സഖ്യത്തിനുള്ള ഒരു നീക്കത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ സ്വാഭാവികമായും ഇവിടെ BJP വിജയമുണ്ടായി കഴിയുമ്പോൾ അത് എങ്ങനെ പരാജയം സംഭവിച്ചു, അവിടെ പ്രതിപക്ഷ വോട്ടുകൾ എങ്ങനെ ഭിന്നിച്ചു, അതിന് കോൺഗ്രസ് കാരണമായെങ്കിൽ അത്തരം ചോദ്യങ്ങളും എല്ലാം ഉയർത്താനുള്ള, കോൺഗ്രസിനെതിരെ അധിക്ഷേപം അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ആരോപണങ്ങളും ഒക്കെ ഉയർത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കിരൺ, ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ നിരവധി ഘടകങ്ങൾ ഉണ്ടാവാം. കാരണം ജനങ്ങൾക്ക് ഇത്രയധികം ഉറപ്പ് കൊടുത്തിട്ടും എന്താണ് ജനം വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കാതെ പോയത് എന്ന ചോദ്യം ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ് എന്ന ബദൽ ശക്തി, കോൺഗ്രസ് വർദ്ധിപ്പിച്ച വോട്ടിംഗ് ശതമാനം, അത് ആപ്പിന്റെ നഷ്ടമായി മാറിയോ? ഒരു കാരണം. മറ്റെന്തൊക്കെ കാരണങ്ങളാണ്
ഏതു രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിന് ഇടവച്ചത്? സാഹിത്യം നമുക്ക് മാജിക് വാളിന്റെ സഹായത്തോടു കൂടി തന്നെ നോക്കാം. അതിനു മുമ്പ് മറ്റൊരു അതിനൊരു മുന്നോടിയായി പറയേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഈ ജനങ്ങളെ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത്, ആ ജനത്തിനനുസരിച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്താനും അത് നടപ്പാക്കി ജനങ്ങളുടെ വിശ്വാസം കാക്കാനും ഒക്കെ കഴിയുന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ, ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഒരു ശേഷി ഈ ഒരു കഴിവായിരുന്നു. അതിൽ ആ ഒരു കഴിവിൽ ഒരു പരിധിവരെ അമിതമായ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അഹങ്കാരമോ ഒക്കെ കെജ്രിവാളിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പാർട്ടിയിൽ തന്നെ ഒരു ഏകാധിപതിയായി നിൽക്കുമ്പോൾ അദ്ദേഹം മറ്റ് സമാനമായ സ്വന്തം നിരയിലേക്ക് കൂടുതൽ നേതാക്കളെ ഒന്നും വളർത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നതുകൊണ്ട് ആ കെജ്രിവാളിനെയാണ് കൃത്യമായി കേസുകൾ കൊടുക്കാൻ BJP കഴിഞ്ഞത്. കെജ്രിവാളിനെയും അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അത്ഭുതം കാണിച്ച കെജ്രിവാളിനെ അഴിമതി കേസിൽ തന്നെ പെടുത്തി ജയിലിൽ അടയ്ക്കാൻ BJP കഴിഞ്ഞുവെങ്കിൽ, കേന്ദ്ര സർക്കാർ കഴിഞ്ഞുവെങ്കിൽ അവിടെയാണ് ഒന്നാമത്തെ വിജയം. അവിടെ മുതലാണ് കെജ്രിവാളിന്റെ സമയം, കെജ്രിവാളിന്റെ ബുദ്ധി അല്ലെങ്കിൽ കെജ്രിവാളിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതെല്ലാം സ്വന്തം കേസിനു വേണ്ടിയും സ്വന്തം പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന കേസിനു വേണ്ടിയും ചെലവഴിക്കേണ്ടി വരുന്നു. ഭരണത്തിൽ സ്വാഭാവികമായും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ താൻ ജയിൽ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോഴോ ബദൽ സംവിധാനം ഒരുക്കാൻ അങ്ങനെ ഒരു ബദൽ നിര നേതാക്കളെ കെജ്രിവാൾ ഒരുക്കിയിട്ടില്ല. ഇതെല്ലാം ഒറ്റയൊരാളുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഒറ്റയൊരാളുടെ തന്ത്രത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കെജ്രിവാളിനുണ്ടായ ഒരു അമിതാത്മവിശ്വാസം അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെയാണ് BJP ഈ കേസുകൾ നിരത്തിയത്. സ്വാഭാവികമായും കേസുകൾക്ക് പുറകെ കെജ്രിവാളിന് പോകേണ്ടി വന്നു. BJPയുടെ ആ തന്ത്രത്തിനെ മറികടക്കാൻ യഥാർത്ഥത്തിൽ കെജ്രിവാളിന് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അതായിരിക്കും അടിസ്ഥാനപരമായി കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചടി നേരിടാനുള്ള ഒരു കാരണം. ഇനി ഏതെല്ലാം മേഖലയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായി നോക്കാം. ഇത് ടോട്ടൽ ഡൽഹിയിലെ ഇപ്പോഴത്തെ ചിത്രമാണ്. ഇതാണ് ഡൽഹിയിൽ 47 സ്ഥലങ്ങളിലും നിൽക്കുന്ന എല്ലാ മേഖലയിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ BJPയുടെ ഒരു തേരോട്ടമാണ്. കുറച്ചു സ്ഥലത്ത് മാത്രമാണ് അവിടെയുള്ളത്. ഇത് 2020 ചിത്രമായി നെക്സ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇത് 2020 ചിത്രമാണ്. പൂർണ്ണമായും പച്ച നിറം കൊണ്ട് ഹരിതാഭം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കിടന്നിരുന്ന ഒരു ഡൽഹിയാണ്. ആ ഡൽഹിയിൽ അങ്ങിങ്ങ് മാത്രമായിരുന്നു കാവി കളർ ഉണ്ടായിരുന്നത്. 8 ഇടത്ത് മാത്രം ഉണ്ടായിരുന്ന കാവി കളറാണ്. അത് തന്നെ ഈ ഇവിടെ UPയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലും സെൻട്രൽ ഡൽഹിയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ആകെ, ഈ സൗത്ത് ഡൽഹിയിൽ ഒരു സീറ്റ്, അങ്ങനെ ആകെ 6-8 സ്ഥലത്താണ് മാത്രം ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തേക്കും 2025 എത്തിയപ്പോഴേക്കും പൂർണ്ണമായും മാറിയിരിക്കുന്നത്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ മേഖല എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖല ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന മേഖല ഏറെക്കുറെ പൂർണ്ണമായും തന്നെ BJPയിലേക്ക് വന്നിരിക്കുന്നു. ഈ സൗത്ത് സൈഡ് അതിന്റെ തെക്ക് വശം തെക്കൻ ഡൽഹിയും ഏറെക്കുറെ പൂർണ്ണമായും BJPയിലേക്ക് വന്നിരിക്കും. ഇവിടെ ചില സീറ്റുകളൊക്കെ എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സെൻട്രൽ ഡൽഹിയാണ്. സെൻട്രൽ ഡൽഹിയിലടക്കം പകുതി സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ തവണ സെൻട്രൽ ഡൽഹിയും ചാന്ദിനി ചൗക്ക് മേഖല, അതോടൊപ്പം തന്നെ ഈ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണമായും തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു തേരോട്ടമായിരുന്നു. വളരെ വേഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂഡൽഹിയും ചാന്ദിനി ചൗക്ക് മേഖല മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ തവണത്തെ അവസ്ഥ ഇതായിരുന്നു. 2020 ചിത്രം ഇതായിരുന്നു. പൂർണ്ണമായും ആം ആദ്മി പാർട്ടി മാത്രമായിരുന്നു. ആ ചിത്രം ഇപ്പോൾ 2025 വന്നപ്പോൾ മാറിയത് ഈ തരത്തിലാണ്. എവിടെ ഏകദേശം പകുതി സീറ്റുകളിലധികം BJPക്ക് ആധിപത്യം ഉണ്ടായിരിക്കുന്നു. പക്ഷെ അപ്പോഴും പകുതി സീറ്റുകൾ പിടിച്ചു നിർത്താൻ ഈ സെൻട്രൽ ഡൽഹിയിലെ മേഖലയിൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് 20-ലേറെ സീറ്റ് കിട്ടിയത്. ഇനി നമുക്ക് ഈ പടിഞ്ഞാറൻ മേഖല ഒന്ന് ഓടിച്ചു നോക്കാം. പടിഞ്ഞാറൻ മേഖല ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റും നോർത്ത് വെസ്റ്റും മേഖലകൾ രണ്ടും, ഈ രണ്ട് മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ചിത്രം. ഇത് ഇപ്പോഴത്തെ ചിത്രമാണ്. 2-3 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ മേഖലയിൽ ആകെ ജയിക്കാൻ കഴിഞ്ഞത്. ഈ സ്ഥലത്ത് 2020 ചിത്രം കാണണം. 2020 ചിത്രം ഇതാണ്. ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു BJPക്ക് അധികാരമുണ്ടായിരുന്നത്, BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ആകെ 3 മാത്രമായി ചുരുങ്ങി. ഈ മേഖല ഏകദേശം കംപ്ലീറ്റ് പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയെ കൈവിട്ടു എന്ന് വേണം കരുതാൻ. ആം ആദ്മി പാർട്ടിക്ക് ആ മേഖലയിൽ ഒരു തരത്തിലും പിടിച്ചിരിക്കാനേ കഴിഞ്ഞില്ല. ആകെ പിടിച്ചു നിന്നത് ഈ സെൻട്രൽ ഡൽഹിയും ചാന്ദിനി ചൗക്ക് മേഖലകളും സൗത്തിലെ കുറച്ച് സീറ്റുകളും ഒക്കെ കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ സഹായിച്ച മറ്റു ചില ഘടകങ്ങൾ കൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. റിസർവേഷൻ സീറ്റുകളിൽ 2020
സീറ്റ് നില ഇങ്ങനെയായിരുന്നു. 12 സീറ്റുകളുള്ളിൽ 12 സീറ്റും ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചത്. ആം ആദ്മി പാർട്ടിക്ക് സംവരണ സീറ്റുകളിലെല്ലാം വലിയ പിന്തുണയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിനിടയിൽ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിനാണ് എപ്പോഴും കേജ്രിവാളിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അടിസ്ഥാന ജനവിഭാഗവും മധ്യവർഗവുമായിരുന്നു. മധ്യവർഗത്തിന്റെയും അടിസ്ഥാന ജനവിഭാഗത്തിനും എങ്ങനെയാണോ പൊതു രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കളോടും ഒക്കെയുള്ള അമർഷം, ആ അമർഷത്തെയാണ് യഥാർത്ഥത്തിൽ കേജ്രിവാൾ മുദ്രാവാക്യമാക്കി മാറ്റിയതും ഭരണത്തിൽ കൊണ്ടുവന്നപ്പോൾ നടപ്പാക്കിയതുമെല്ലാം അതിനെയാണ് കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് കേജ്രിവാളിന്റെ ഏറ്റവും വലിയ വിജയമുണ്ടായിരുന്നത്. അത് 2025 എത്തുമ്പോഴേക്കും അവിടുത്തെ ചിത്രം ഇങ്ങനെയായി മാറിയിരിക്കുകയാണ്. പകുതി സീറ്റുകളിലേക്ക് BJP കയറിയിരിക്കുന്നു. അപ്പോഴും 7 സീറ്റ് നേടാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, കേജ്രിവാളിന് പിടിച്ചു നിൽക്കാൻ സഹായിച്ച ഒരു ഘടകം സെൻട്രൽ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഈ ചാന്ദിനി ചൗക്കിലെയും നഗരമണ്ഡലങ്ങളാണെങ്കിൽ പോലും അവിടുത്തെ പകുതി സീറ്റുകൾ, അതോടൊപ്പം തന്നെ ഈ സംവരണ സീറ്റുകളിലെ പകുതിയിലേറെ സീറ്റുകൾ, 7 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം പൂർണ്ണമായി മുഴുവൻ സീറ്റ് ലഭിച്ചതാണ്. പക്ഷേ ഇത്തവണ പകുതിയിലേറെ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അതാണ് പിടിച്ചു നിൽക്കാൻ സഹായിച്ച ഒരു ഘടകം. പൂർണ്ണമായും കേജ്രിവാളിനൊപ്പം നിന്നവരിലെ പകുതി പേർ വിട്ടുപോയെങ്കിലും അവർ പൂർണ്ണമായും കേജ്രിവാളിനെ വിട്ടുകളഞ്ഞില്ല എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പരിശോധിച്ചാൽ ലോവർ ഇൻകത്തിന് അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള മേഖലകൾ. അടിസ്ഥാന ജനവിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകൾ 2020 ഫലം ഇതാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ 2 സീറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സീറ്റിലും 3 സീറ്റ് ഒഴികെ ബാക്കി മുഴുവൻ സീറ്റിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ വിജയമുണ്ടായ സീറ്റുകളാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ കൂടിയാണ്. ആ അടിസ്ഥാന ജനവിഭാഗം ഏറെക്കുറെ 80%, 62-63% വോട്ടൊക്കെ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ ഏകദേശം അടിസ്ഥാന ജനവിഭാഗത്തിന് 80% അധികം ആളുകൾ ആം ആദ്മി പാർട്ടിയിലാണ്, കേജ്രിവാളിലാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത്. അത് ഇപ്പോൾ എങ്ങനെ മാറി എന്ന് നോക്കാം. ആ വിശ്വാസമാണ് ഇപ്പോൾ ഇടിഞ്ഞത്. ആ വിശ്വാസം ഇടിഞ്ഞപ്പോഴും ഏകദേശം 19 സീറ്റുകൾ അവിടെ BJPക്ക് ലഭിച്ചപ്പോൾ 13 സീറ്റുകളാണ്. അവിടെയും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. പൂർണ്ണമായും മറ്റു മേഖലകളൊക്കെ ആം ആദ്മി പാർട്ടിയെ തള്ളിക്കളഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ പടിഞ്ഞാറൻ UP ഒക്കെ പടിഞ്ഞാറൻ ഡൽഹിയൊക്കെ തള്ളിക്കളഞ്ഞതുപോലെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ആ സ്ഥലങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ തരത്തിലേക്ക് ഒരു തള്ളിക്കളയൽ എന്തായാലും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കുറേ സീറ്റുകളെങ്കിലും 13 സീറ്റുകളെങ്കിലും പിടിച്ചു നിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് മിഡിൽ ഇടത്തരക്കാരെങ്ങനെയാണ് ചിന്തിച്ചതെന്ന് നോക്കാം. ഇടത്തരക്കാരുടെ കഴിഞ്ഞ 2020 ചിത്രമാണ് ഈ കാണുന്നത്. 2020 ചിത്രം അനുസരിച്ച് ഇടത്തരക്കാരുടെ ഭാഗത്തും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ BJPക്ക് അപ്പോഴും ചില സ്വാധീന മേഖലകളൊക്കെ ഉണ്ടായിരുന്നു. BJPക്ക് ലഭിച്ച 8 സീറ്റുകളിൽ 5 സീറ്റും ഇടത്തരക്കാരുടെ വോട്ടുകൾ കൂടി നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളായിരുന്നു. എന്നാലും അവിടെയും ഇടത്തരക്കാരുടെ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ ഉണ്ടായിരുന്നത് ഈ ഇടത്തരക്കാരുടെ വോട്ട് നിർണായകമായ മണ്ഡലങ്ങളുടെ എണ്ണമാണ് ഈ കണക്കെടുക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഇടത്തരക്കാരുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും ദരിദ്രരുണ്ട്. പക്ഷേ അത്തരക്കാരുടെ എണ്ണം കൂടുതലായ മണ്ഡലങ്ങളുടെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ 23 ഇടത്തും വിജയിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതിന്റെ ഇപ്പോഴത്തെ 2025 അവസ്ഥ നോക്കാം. 2025 അവസ്ഥ ഇതാണ്. 2025 എത്തുമ്പോഴേക്കും അവിടെ BJPക്ക് 20 സീറ്റുകളിലേക്ക് എത്തി. ആം ആദ്മി പാർട്ടിക്ക് 8 സീറ്റുകളിലേക്ക് 15 സീറ്റിന് നഷ്ടമാണ് ഈ മേഖലയിൽ മാത്രം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത്. അതുതന്നെ കുറച്ച് സീറ്റുകൾ, ഈ 15 സീറ്റ് നഷ്ടമുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൽഹി മേഖലയിലും ചാന്ദിനി ചൗക്ക് മേഖലയിലും കിട്ടിയ സീറ്റുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ആ സ്ഥലത്ത് അരവിന്ദ് കെജ്രിവാളിനോടും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോടും ഡൽഹിയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ മറ്റ് കണക്കുകളെ കൂടി അല്പം വ്യത്യാസം വരുന്നൊരു കണക്ക് കൂടിയാണ് അവിടെ ഉള്ളത്. ഇടത്തരക്കാർക്കൊക്കെ നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളൊക്കെ കൂടിയാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥർ ധാരാളമായി താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ അങ്ങനെ പൂർണ്ണമായും അവർ കെജ്രിവാളിനെ കൈവിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ പടിഞ്ഞാറൻ ഡൽഹിയൊക്കെ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും ഗുഡ്ഗാവുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. സ്വകാര്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന കൂടുതൽ ആളുകളും അത്തരം ഇൻകം ടാക്സിന്റെ പ്രയോജനമൊക്കെ ഉണ്ടാവണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഗുഡ്ഗാവൊക്കെ വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയും അവിടെ IT മേഖലയിലൊക്കെ വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ ഒരു നഗരമാണ്. അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ കൂടിയാണ്. അവിടെയൊക്കെ പക്ഷേ BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കണക്കുകൾ വെച്ച്, നമുക്ക് ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ വെച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കെജ്രിവാളിനെ എല്ലാ മേഖലയിലും BJPയുടെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കെജ്രിവാളിനെ പിടിച്ചു നിർത്താൻ സഹായിച്ച 3 പ്രധാനപ്പെട്ട മേഖലകൾ: 1 സംവരണ സീറ്റുകൾ, 2 സെൻട്രൽ ഡൽഹിയും ചാന്ദിനി ചൗക്കും അടങ്ങുന്ന മേഖല, 3ാമത്തെ ഘടകം അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഇത്രയും സ്ഥലങ്ങൾ പൂർണ്ണമായും കെജ്രിവാളിനെ കൈവിട്ടില്ല. അതുകൊണ്ടാണ് 20 സീറ്റുകളുടെ അടുത്തെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത്. കിരൺ,